ഹലോ ഗൈസ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ ഞാൻ കടയ്ക്ക് വരെ ഒന്ന് പോവുകയാണേ. ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ വണ്ടി എടുക്കുന്നില്ല. സ്കൂട്ടിയിൽ പോകുന്നതാണ് സുഖം. ഒരു പ്രശ്നവുമില്ല, പെട്ടെന്ന് അങ്ങ് എത്തുകയും ചെയ്യാം. എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കയറി അങ്ങ് എത്താമല്ലോ. അത് വേറെ ഒന്നിനുമല്ല, ഞാൻ എൻ്റെ പല്ല് ക്ലിപ്പിട്ടിരുന്നു, അപ്പോൾ അതൊന്ന് ടൈറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിൻ്റെ സമയം കഴിഞ്ഞു, പക്ഷേ ഞാനിങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുവന്നു. പിന്നെ പോകാമെന്ന് വെച്ച് പോയതാണ്. ഇത്രയും ദിവസമായി, ഇന്ന് എന്തായാലും ചെന്നേ പറ്റുള്ളൂ എന്ന് അവിടുന്ന് വിളിച്ച് പറഞ്ഞു. കടയ്ക്കൽ പള്ളിമുക്ക് ക്രൗൺ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് വേറൊന്നുമല്ല, എൻ്റെ കൂടെ 8, 9, 10 ഞങ്ങൾ അത്രയ്ക്ക് ബെസ്റ്റ് ഫ്രണ്ടായിട്ട് പഠിച്ച എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ക്ലിനിക്കാണിത്. അവൾ പഠിച്ച ഡോക്ടറായി, ഞാൻ ഇവിടെയൊക്കെ നടക്കുന്നു. അന്ന് 8ാം ക്ലാസ് തൊട്ട് ഞാൻ വിചാരിക്കുന്നതാണ് എൻ്റെ പല്ല് കമ്പി ഇടണം. പക്ഷേ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് മാറ്റിപ്പോയി. എന്നിട്ട് അവൾ എൻ്റെ അടുത്ത് ഇപ്പോൾ പറഞ്ഞ്, നീ അന്ന് തൊട്ട് പറഞ്ഞുകൊണ്ട് നടന്ന പല്ലിൻ്റെ കമ്പിയുടെ എനിക്കായിരുന്നടി വിധി, അതുകൊണ്ടാണ് ഇങ്ങനെയെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞു. പല്ല് കമ്പി ഇടുന്നതും ടൈറ്റ് ചെയ്യുന്നതും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ, അതൊന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. കുറേ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവളെ പേരിങ്ങനെ അവിടെ വെച്ചേക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു പ്രൗഡ് ഫീലാണ് കേട്ടോ, സത്യം. കറക്റ്റ് എൻ്റെ ലൊക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ കടയ്ക്കൽ പള്ളിമുക്ക് വെഡ്വെയിൽ സലൂണിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ്. ഒരു 2 മാസമേ ആയിട്ടുള്ളൂ അവൾ ഈ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ കടയ്ക്കലുള്ള ആരെങ്കിലുമൊക്കെ, കടയ്ക്കലും പരിസര പ്രദേശങ്ങളിലും ഉള്ളവരൊക്കെ ഈ വീഡിയോ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരിക, പല്ല് കമ്പിയിടുക, പോവുക. അതിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ. അങ്ങനെ അവളെൻ്റെ പല്ലൊക്കെ കമ്പിയിട്ടിട്ട് എന്നെ യാത്ര പറഞ്ഞ് അയക്കുകയാണ്. അവൾക്ക് ഭയങ്കര നാണമാണ്. ഞാൻ കഴിഞ്ഞ മാസം പല്ല് കമ്പിയിട്ടിട്ട് വന്നപ്പോഴും ഇതേ ചേച്ചിയുടെ നിന്നാണ് ഒരു കരിക്ക് വാങ്ങിച്ചു കുടിച്ചത്. എനിക്കിനി കട്ടിയുള്ളതൊന്നും കുറച്ച് ദിവസത്തേക്ക് ഭയങ്കര പാടാണ്. അപ്പോൾ കരിക്കാകുമ്പോൾ ക്ഷീണവും മാറും, വിശപ്പും മാറും. അങ്ങനെ ഈ ചേച്ചിയുടെ നിന്ന് തന്നെയാണ് ഞാൻ ഈ വർഷവും കരിക്ക് മേടിച്ച് കുടിച്ചത്. എനിക്ക് വലിയൊരു കരിക്കൊക്കെയാണ് കേട്ടോ തന്നത്. കരിക്ക് കുടിച്ചപ്പോൾ തന്നെ എൻ്റെ വയറ് വീഴ്ത്തി. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ചോറൊന്നും കഴിക്കണ്ട. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് വൈകിട്ട് ഹോമിയോയിലൊന്ന് പോകണമായിരുന്നു. അമ്മയ്ക്ക് ഒന്ന് ഹോമിയോയിൽ കാണിക്കണമായിരുന്നു. അങ്ങനെ കല്ലറയിലാണ്. അമ്മയും പൊന്നൂട്ടിയും ഉണ്ടായതുകൊണ്ട് തന്നെ വണ്ടി എടുത്തേ പറ്റത്തുള്ളായിരുന്നു. അതുമല്ല, വൈകിട്ടൊരു മഴ പെയ്ത്. അപ്പോൾ എന്തായാലും സ്കൂട്ടിയിൽ പോകാൻ പറ്റത്തില്ല. അങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് പോയതാണ്. ഇനിയിപ്പോൾ എന്തായാലും ഹോമിയോയുടെ ഫ്രണ്ടിലൊന്നും പാർക്കിങ് കിട്ടത്തില്ല. ഞാൻ അമ്മയെ അവിടെ ഇറക്കിയിട്ട് ഞാനും പൊന്നൂട്ടിയും കൂടെ ചേച്ചിയുടെ വീട്ടിലോട്ടൊന്ന് പോകാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് സത്യം പറഞ്ഞാൽ ഇന്ന് വീട്ടിൽ ഇരിക്കാൻ തോന്നിയതേ ഇല്ല കേട്ടോ. ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് വല്യച്ഛനും വല്യമ്മച്ചിയും ചേച്ചി അണ്ണനും ഒക്കെ വന്നിട്ട് പോയി. അവരിന്ന് പോവാമായിരുന്നായിരുന്നു, പക്ഷേ ഇന്നലെ തന്നെ പോയി. അതുകൊണ്ട് ഭയങ്കര ബോറിംഗ് ആയിരുന്നു. അതിപ്പോൾ നമുക്ക് ആർക്കായാലും അങ്ങനെ തന്നെ ആയിരിക്കും. വീട്ടിൽ 2 ദിവസം ആളുണ്ടെങ്കിൽ പോയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഭയങ്കര എന്താണെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. അപ്പോൾ വീട്ടിൽ ഇരിക്കുമ്പോഴാണല്ലോ ആ പ്രശ്നം. അതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ അങ്ങ് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പോൾ അമ്മയെ ഇവിടെ ആക്കിയിട്ട് നമ്മൾ കല്ലറ എത്തി. അമ്മയെ ഇവിടെ ആക്കിയിട്ട് ഇനി ചേച്ചിയുടെ വീട്ടിലോട്ട് പോവുകയാണ്. ചേച്ചിയുടെ ഞാൻ പറഞ്ഞിരുന്നില്ല ഇന്ന് ഹോമിയോയിൽ വരുമെന്ന്. പൊന്നൂട്ടിയാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും. സഹിക്കുക, ക്ഷമിക്കുക. പൊന്നൂട്ടിക്ക് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എടുത്തു തരാൻ. അങ്ങനെ ചേച്ചി കണ്ടില്ലെന്ന് തോന്നുന്നു, പൊന്നൂട്ടി ഇരിക്കുന്ന കണ്ടില്ലെന്ന് തോന്നുന്നു. ഗേറ്റൊക്കെ തുറന്നിട്ടിട്ട് പാഞ്ഞു പോവുകയാണ്. എനിക്ക് തോന്നുന്നു അടുപ്പിൽ എന്തോ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു ആ പോക്ക് കണ്ടിട്ട്. ചെന്നപ്പോൾ അപ്പച്ചി മാവനോടെ ഉണ്ടായിരുന്നു. അപ്പച്ചി മാവനോടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. വീടിനകത്തോട്ട് കയറിയപ്പോൾ ചേച്ചി പറഞ്ഞ് 2 പേരൂടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴെനിക്ക് കാര്യം മനസ്സിലായി. പൊന്നൂട്ടിക്കാണെങ്കിൽ ആരെന്ന് മനസ്സിലായില്ല. പൊന്നൂട്ടി അവിടെ ആ കർട്ടൻ്റെ അപ്പുറത്താണ് അപ്പച്ചി ഇരിക്കുന്നത്. അപ്പച്ചി ഒളിച്ചിരുന്നതാണ് പൊന്നൂട്ടിയെ കാണിക്കാനായിട്ട്. അപ്പോഴത്തേനും മാമ ഇറങ്ങി വന്നു. അപ്പോൾ അവൾക്ക് മനസ്സിലായി ആരൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന്. അപ്പൂപ്പനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പച്ചിയുടെ അടുത്ത് ഉള്ളതിനേക്കാളും ഇഷ്ടം മാമൻ്റെ അടുത്താണ്. ഭയങ്കര കാര്യമാണ്. മാമ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ മുട്ടായിയൊക്കെ കൊണ്ട് കൊടുക്കും. അത് ഭയങ്കര കാര്യമാണ്. അപ്പച്ചിയാണെങ്കിൽ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പച്ചിക്ക് വയ്യ, പനിയും ചുമയും ജലദോഷമൊക്കെ വയ്യ. അങ്ങനെ അവിടെ ഇരിക്കുവാണ്. പ്രധാനമായിട്ട് ഈ മൂടിപ്പൊതിച്ചിരിക്കുന്നത് നൈറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുത്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഈ വീഡിയോ എടുത്ത് ആരെയും കാണിക്കുകയും ചെയ്യില്ല, ഞാൻ നൈറ്റ് ഇട്ടേക്കണം. ആ നൈറ്റിൻ്റെ ഷോൾഡർ പോലും കാണാതിരിക്കാനാണ് ആ തോർത്ത് അങ്ങനെ പിടിച്ചിരുന്നത്. മാമനും ഇത് ചിരിക്കുമായിരുന്നു. ചേച്ചിയാണെങ്കിൽ ഇവിടെ ഇലയപ്പം ഉണ്ടാക്കുകയാണ്. നാളെ 10ാമത്തെയാണ്. അങ്ങനെ ഇലയപ്പം ഉണ്ടാക്കുവാണ്. ഇത് അരിയിലാണെന്ന് തോന്നുന്നു. തന്നെ അരിയിലാണ് ചേച്ചി ഇലയപ്പം ഉണ്ടാക്കുന്നത്. നമ്മളും വൈകിട്ട് വീട്ടിൽ ചെന്നിട്ട് നമുക്കും ഇലയപ്പം ഉണ്ടാക്കണം. നമ്മൾ പക്ഷേ ഗോതമ്പിലാണ് ഉണ്ടാക്കുന്നത്. ചേച്ചി ഇത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എന്തൊക്കെയോ ചെയ്ത് ഇലയപ്പം ഉണ്ടാക്കുവാണ്. ഇനിയിപ്പം നാളെ കഴിഞ്ഞാൽ കുഞ്ഞൂട്ടൻ വരും. പിന്നെ ചേച്ചിക്ക് തിരക്കോട് തിരക്കായിരിക്കും. ചേച്ചിക്കും അപ്പച്ചിക്കും ദേവയ്ക്കും മാത്രം മതിയെന്ന് തോന്നുന്നു കേട്ടോ. മാമന് ഷുഗറാണ്. അധികം മധുരമൊന്നും അപ്പച്ചി അങ്ങനെ കഴിക്കാൻ സമ്മതിക്കത്തില്ല. ഷുഗറൊക്കെ കൂടി കഴിഞ്ഞാൽ മാമന് ഭയങ്കര പ്രശ്നങ്ങളാണ്. പൊന്നൂട്ടിക്ക് മുറുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ചേച്ചി മുറുക്ക് എടുത്ത് കൊടുത്ത് അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവയുണ്ട്. ദേവ ഇങ്ങനെ +2 എക്സാമൊക്കെ കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അവൾക്ക് നല്ല ടെൻഷനുണ്ട്. അവൾക്ക് കെമിസ്ട്രി നല്ല പാടായിരുന്നു പറയുന്നത്. അവൾക്ക് മാത്രമല്ല, ഈ വർഷം +2 പരീക്ഷ എഴുതിയ എല്ലാ കുട്ടികൾക്കും കെമിസ്ട്രിയുടെ കാര്യം തന്നെയാണ് പറച്ചിൽ. കെമിസ്ട്രി നല്ല പാടായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അവൾക്ക് +1 നല്ല മാർക്കുണ്ടായിരുന്നു.
എന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാമെന്നും പറഞ്ഞിരിക്കുകയാണ്. വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിലോട്ട് ചെന്ന് കയറണമെന്നേ ഇല്ല. ഭയങ്കര ബോറായിരുന്നു കേട്ടോ. 2 ദിവസം 2 ദിവസത്തിന് മുന്നേ ചേച്ചി വരുന്നെന്നും പറഞ്ഞ് വിളിച്ച് പറഞ്ഞപ്പോഴേ നമ്മൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. ഇനിയിപ്പോൾ എല്ലാവരും കാണുമല്ലോ, അതാണ് എല്ലാം അങ്ങനെയൊക്കെ നല്ലൊരു വൈബായിരുന്നു. അത് പെട്ടെന്ന് അങ്ങ് അതാകുമ്പോൾ നമുക്ക് ആർക്കായാലും ഒരു വിഷമം തോന്നും. വീട്ടിൽ സത്യം പറഞ്ഞാൽ ഇനിയിപ്പോൾ 2 ദിവസം എടുക്കും വീട്ടിൽ ആ ഒരു ബോറും മാറാനായിട്ട്. ചേച്ചി എന്നെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ എൻ്റെ ഫോട്ടോ എടുത്ത് യൂട്യൂബിലൊന്നും ഇടരുത്, എൻ്റെ വീഡിയോ എടുത്ത് എൻ്റെ മുഖം കാണിക്കലെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഇനി വീട്ടിലോട്ട് പോവുകയാണ്. നല്ല മഴ വരുന്ന അതിനുമ്പോൾ അങ്ങ് എത്തണം. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.